റൈറ്റ് വിംഗ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിലേക്ക്. ലീഡ് നിലയിൽ ആര് മുന്നിലെത്തുമെന്നുള്ള വാശിയേറിയ പോരാട്ടത്തിൽ സിദ്ദിഖും മുകേഷും മുന്നിൽ നിൽക്കുന്നു. തൊട്ടു പിന്നാലെയായി മലയാളത്തിന്റെ യുവതാരനിരയും ഇടവേളകളില്ലാതെ ഇടവേള ബാബു. അഭിനയം അറിയാതെ എന്ന ആത്മകഥ പുറത്തുവിട്ടിരിക്കുകയാണ് സിദ്ദിഖ്. ലീഡ് നിലകൾ മാറി മറിയുകയാണ്. മുകേഷ് മുന്നിൽ വരുമോ, സിദ്ദിഖ് മുന്നിൽ വരുമോ, അതോ ജയസൂര്യ ആയിരിക്കുമോ, ഇടവേള ബാബു ആയിരിക്കുമോ, അതുമല്ലെങ്കിൽ ബാബുരാജ് ആയിരിക്കുമോ എന്നുള്ള ആകാംക്ഷയിൽ പ്രേക്ഷകർ. അതാ സുരേഷ് ഗോപി വരുന്നു. റിപ്പോർട്ടർ എത്രയും പെട്ടെന്ന് സുരേഷ് ഗോപിയോട് ചോദ്യം ചോദിക്കൂ, എന്തെങ്കിലും ചോദിക്കൂ. ഹലോ, എന്താണ് അവിടെ ഒരു തട്ടുമുട്ടും ഒച്ചയും കേൾക്കുന്നത്? എന്താ ഒന്നും മനസ്സിലാവുന്നില്ല? പറയൂ ഗുരുവംശം, പറയൂ. അദ്ദേഹം പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. നമുക്ക് മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോകാം. ലീഡ് നിലകൾ മാറി മറിയുമ്പോഴും സംഭവത്തിലെ വ്യത്യസ്തത കൊണ്ട് മുന്നിൽ നിൽക്കുകയാണ് സംവിധായകൻ രഞ്ജിത്ത്. അന്ന് രഞ്ജിത്തിന്റെ ഫോണിൽ നിന്ന് എനിക്ക് വന്ന മെസ്സേജ് അവരുടെ വൈഫാണെന്ന് പറഞ്ഞിട്ട് ഇനി ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ തീർത്തു. ഇനിയൊരു സിനിമയിലെ അവസരം ഒന്നുമല്ല. എൻ്റെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ പുള്ളി വന്നു. പുള്ളിയുടെ ആവശ്യങ്ങൾക്ക് പുള്ളി എന്നെ ഉപയോഗിച്ചു. അതോടെ പുള്ളി തനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി ഒരു നടിക്കു നൽകി. അവരുടെ പേര് രേവതി ആണെന്നാണ് എന്നോട് പറഞ്ഞത്. ജയസൂര്യക്കെതിരെ വീണ്ടും ആരോപണങ്ങൾ വരികയാണ്. ഇത്തവണ ലീഡ് നില ജയസൂര്യ കൊണ്ടുപോകുമോ, അതോ മുകേഷിനെതിരെ മറ്റൊരു പരാതി മുന്നിൽ വരികയാണ്. മിക്കവാറും അദ്ദേഹം ഇലക്ഷന് നേടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇതിൽ നേടുമെന്നാണ് തോന്നുന്നത്. ഇടവേളകളില്ലാതെ ഇടവേള ബാബു എന്ന പുസ്തക പ്രകാശത്തിന് ശേഷം കൂടുതൽ ഇടവേളകളുമായി ഇടവേള ബാബു. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. എന്തു പറയാനാ, അവരുടെ തീരുമാനങ്ങളല്ലേ. താനിപ്പോൾ ഇടവേളയിലാണ്, ഇതിലൊന്നും ഇല്ല എന്നാണ് ഇടവേളകളില്ലാത്ത ഇടവേള ബാബു പറയുന്നത്. WCC അംഗം നടി രേവതിക്ക് നേരെ ഉണ്ടായ ആരോപണത്തിന് ശ്രീ ജഗതി ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് മനസ്സിലായി, ആർത്തിമൂത്ത് ഭ്രാന്തായതാണ് എന്നാണ് ജഗതി ചേട്ടൻ പറയുന്നത്. നടൻ മുകേഷ് ഓടുകയാണ്, മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പിറകെ പോവുകയാണ്. മുൻകൂർ ജാമ്യം എടുക്കുമോ, അതോ മുൻകൂർ ജാമ്യത്തിന് മുൻപ് അടുത്ത കേസ് വരുമോ എന്നുള്ള വെപ്രാളത്തിലാണ് അദ്ദേഹം. മലയാള സിനിമ ആടി ഉലഞ്ഞു നിൽക്കുമ്പോൾ ജയറാമേട്ടൻ എന്താണ് പറയാനുള്ളത്? എന്റെ നാടിന്റെ ആർപ്പോ വിളിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ആർപ്പോ വിളിയിൽ അദ്ദേഹത്തിന് അഭിമാനമുണ്ട് എന്നാണ് ജയറാമേട്ടൻ പറയുന്നത്. നമ്മുടെ റിപ്പോർട്ടർ സുരേഷ് ഗോപിയോട് ചോദിച്ച റിപ്പോർട്ടർ വീണ്ടും ചേരുന്നു. ഈ ഹൊണ പറയാൻ ഇവൻ ആരുടെ വിട്ടത്? ആരെങ്കിലും പോയി ആ സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും ഒരു ന്യൂസ് കൊണ്ടുപോകാടും. താനൊക്കെ എന്തിനിരിക്കുവാണ് ഇവിടെ? അങ്ങേരെയൊക്കെ കൊണ്ടുപോവാ, അങ്ങേരൊക്കെ എന്തിനെങ്കിലും പെടുത്തണ്ടേ? സുരേഷ് ഗോപിക്കെതിരെ എന്തെങ്കിലും വരുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇടവേള ബാബു കറക്റ്റ്, ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കെയറിങ് ചെയ്യാം. 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട. ഇടവേളകളില്ലാതെ ഇടവേള ബാബു ആയിരുന്നത് കൊണ്ട് തന്നെ ഇടവേളകൾ കിട്ടിയില്ല എന്നും ഈ ആരോപണങ്ങൾ നിഷേധിക്കുമെന്നും അദ്ദേഹം പറയാം. ഇൻസേർട്ട് ചെയ്യാൻ നീ സമ്മതിച്ചില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ ആത്മകഥ പോലെ തന്നെ അഭിനയം അറിയാതെ ഒരു പച്ചയായ മനുഷ്യനാണ് താനെന്ന് ആ കുട്ടിയുടെ മുന്നിൽ തെളിയിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നായിരിക്കും ഡിഫൻഡായി അദ്ദേഹം ഉയർത്തുന്നത്. മലയാള സിനിമയുടെ തലവര മാറ്റിയത് ചെകുത്താനോട് ചോദിക്കാം, എന്താണ് ചെകുത്താൻ താങ്കൾ ചെയ്തത്? എന്ത് കൂടോത്രമാണ് താങ്കൾ മലയാള സിനിമയ്ക്ക് ചെയ്തത്? എനിക്ക് തൂറാൻ മുട്ടുന്നു. ചെകുത്താൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ വിമർശിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. മുഖ്യമന്ത്രിയുടെ മുറകെ മൈക്കുമായി പോകൂ, അദ്ദേഹം പറയട്ടെ. ഇത് സുരേഷ് ഗോപി അല്ല, മൈക്ക് കൊടുത്തോണ്ട് അങ്ങോട്ട് ഓടിച്ചല്ലേ, അത്രയൊക്കെ മതി. ജീവൻ പോയി. അടുത്ത വന്നിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ്. ഹേമ കമ്മിറ്റി പോലെ തമിഴ്നാട്ടിലും ഒരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് നടൻ വിശാൽ. നമുക്ക് അദ്ദേഹത്തിന്റെ ബൈറ്റിലേക്ക് പോകാം. വിശാൽക്ക് അനക്കൊണ്ട മാതിരി ഇருக்கு. ക്ഷമിക്കണം, മറ്റൊരു വീഡിയോ അറിയാതെ കയറി വന്നതാണ്. നമുക്ക് വീണ്ടും കേരളത്തിലേക്ക് പോകാം. ലീഡ് നില ഉയർന്നോ ഇല്ലയോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നെസ്ലിന് 1 മണിക്കൂർ എടുത്താണ് അമ്മയെ പറ്റി പറഞ്ഞു കൊടുത്തതെന്ന് നടൻ ബാബുരാജ്. എന്നിട്ട് നെസ്ലിൻ എന്താണ് പറഞ്ഞത്? നെസ്ലിൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. പറയൂ പൃഥ്വിരാജിന് എന്താണ് ഇതിൽ പറയാനുള്ളത്?
എന്ത് നിലപാടാണ് എന്റേതെന്ന് ഞാൻ വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ്? എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ്. ബ്രോഡാഡി സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ അസിസ്റ്റന്റ് ഡയറക്ടർ പീഡിപ്പിച്ച് നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പരാതിപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റിനെ ഫോണിൽ ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. പൃഥ്വിരാജ് പറഞ്ഞതെല്ലാം തന്നെ മനസ്സിലായിരിക്കുന്നു. സംഭവ ബഹുലമായി മലയാള സിനിമ ആടി ഉലയുകയാണ്. പുതിയ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണാം.